ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയാണ് നടി അൻസിബ ഹസൻ. അൻസിബ ഉന്നയിച്ച ആരോപണങ്ങൾ പക്ഷേ നടൻ ടിനി ടോം നിഷേധിക്കുന്നു. അൻസിബയെ ജിഹാദി എന്ന് വിളിച്ചിട്ടില്ല. സ്റ്റേജ് ഷോയ്ക്കിടെ പ്രസംഗം ഉണ്ടാകാമെന്നും ടിനി ടോം പറഞ്ഞു. ടിനി ടോമിന് പിന്തുണയുമായി നടി പ്രിയങ്കയും രംഗത്തെത്തി. പ്രതികരണങ്ങൾ കേൾക്കാം നമുക്ക്. ഈ ബിൽഡിംഗ് പണിയുന്നത് മുതൽ കൂടെ നിൽക്കുന്നതാണ്. ഇതുവരെയായിട്ടും എന്റെ പേരിൽ ഒരു ആരോപണം ഒരു മെമ്പറോ ആരോപിച്ചിട്ടില്ല. ഇതുവരെയായിട്ടും എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏതെങ്കിലും നമ്മുടെ ഇവിടുത്തെ കമ്മിറ്റി മെമ്പേഴ്സിനോട് ചോദിക്കരുത്, സാധാരണ മെമ്പേഴ്സിനോട് ഇവിടുത്തെ ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതല്ലാതെ ഒരു മോശമായ മെസ്സേജോ ഒരു മോശമായിട്ടുള്ള പ്രവർത്തനം എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടില്ല. ഇതിപ്പോ ഈ രാജി കത്ത് കൊടുത്തത് ഫെബ്രുവരി 21-ാം തീയതിയാണ് മെയിൽ വന്നത്. പക്ഷെ 22-ാം തീയതി തിരിച്ചയച്ചിട്ടുണ്ട്. ഇപ്പൊ രാജിവെക്കരുത്, GS ഇവിടുത്തെ ജനറൽ സെക്രട്ടറി തിരിച്ചയച്ചിട്ടുണ്ട്. രാജിവെക്കരുത്, ജനറൽ ബോഡി വരെ കൊണ്ടുപോകണമെന്നും പറഞ്ഞ് പുള്ളിക്കാരി അയച്ചത് ഡെലിറ്റ് ചെയ്തു. അതിനുശേഷം മാർച്ച് 2-ന് ഞങ്ങളുടെ EC മീറ്റിംഗിലും ഇത് പറഞ്ഞിട്ടില്ല, രാജിവെച്ചു എന്നുള്ളത്. പിന്നെ മെയ് 12-നാണ് EC മീറ്റിംഗിൽ ഇങ്ങനെ രാജിവെച്ചു എന്നുള്ളൊരു കാര്യം അറിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് സ്പീക്കറിലിട്ടു. എന്നിട്ട് ഈ കുട്ടിയോട് ചോദിച്ചു എന്താ രാജിവെക്കാൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ എന്റെ സ്വന്തമായിട്ടുള്ള എന്തുണ്ടെങ്കിലും തുറന്നു പറയണമെന്ന് പറഞ്ഞു. സ്വന്തമായിട്ടുള്ള തിരക്കുകൾ കാരണമാണ്, അല്ലാതെ വേറൊന്നുമല്ല. നമ്മുടെ സെക്രട്ടറിയും നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഇരിക്കുന്ന സ്ഥലത്ത് പേഴ്സണലായിട്ട് ചോദിച്ചിട്ട് ഒന്നുമില്ല, എന്റെ പേഴ്സണൽ തിരക്കുകളും കാരണമാണെന്നാണ് പറഞ്ഞത്. അതിനുശേഷം പെട്ടെന്ന് ഇന്ന് ക്യാമ്പ് കിടക്കായിരുന്നു, മെഡിക്കൽ ക്യാമ്പ് കിടക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്നൊരു പെട്ടിത്തെറി പോലെ. ഞാനിവിടെ സജീവമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്നവനാണ്, പ്രസംഗിക്കുന്നവരല്ലേ. നിങ്ങളുടെ മുന്നിൽ ഇതുവരെയായിട്ട് ഞാൻ വന്നിട്ടില്ലല്ലോ, അമ്മയുടെ കാര്യമായിട്ട് ഞാൻ ഒരു ഇതിന് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ക്ലാരിഫിക്കേഷൻ തരുന്നത്. നമ്മൾ എക്സിബിഷനിസ്റ്റും അല്ല, ഞാൻ പ്രവർത്തിക്കുന്നവനാണ്. അപ്പൊ പ്രവർത്തിക്കുന്നവരെ എന്തോ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന നടത്തുന്നത്. ഇതിനു മുമ്പ് ഇവിടെ ഇരുന്ന മാനേജറിന്റെ പേരിലാണ് പ്രശ്നം ഉണ്ടായത്. അല്ല, അത് വേറെ ആരോ പുള്ളിക്കാരത്ത് പറഞ്ഞു കൊടുത്തു. അതങ്ങനെ പറയരുതല്ലോ, നേരിട്ട് കേട്ടാലേ പറയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതോറിറ്റീസിനെ ഏൽപ്പിക്കണം. നമുക്കിവിടെ ഒരു നിയമ ഇതുണ്ടല്ലോ, അതായത് പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ പറഞ്ഞു എന്ന് പറഞ്ഞു. അതെ. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ സ്റ്റേജ് ഷോസ് നടക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാവും. അത് ഞാൻ സ്റ്റേജ് ഇവന്റ്സ് നോക്കുന്നതാണ്. അപ്പൊ ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങോട്ട് ഇങ്ങോട്ട് ചീത്ത വിളിക്കുന്നല്ലാതെ അല്ലാതെ പേഴ്സണലി വിളിച്ചിരിക്കുന്നതല്ല. പിന്നെ ഞാൻ ഇങ്ങനെ പറയുന്നത് കേട്ടു എന്ന് വേറെ ആള് പറഞ്ഞു കൊടുക്കുന്നു. ഞാൻ ഇങ്ങനെ വിളിച്ചിട്ടില്ല. എനിക്ക് എങ്ങനെയാണ് ഇസ്ലാമിലേക്ക് അല്ലെങ്കിൽ ജിഹാദി, എന്റെ കൂട്ടുകാർ മൊത്തം മുസൽമാന്മാരാ. ഇപ്പൊ ഇവിടെ വരുന്നവരെല്ലാം എന്റെ അടുത്തുള്ള കറുകപ്പള്ളിയിൽ എന്റെ സുഹൃത്തുക്കളാണ്. മമ്മൂക്ക അത് അവര് ലൊക്കേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടായ സംസാരങ്ങൾ. ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രിയങ്ക ഇവിടെ ഉണ്ട്. ഞാൻ വന്ന അന്ന് മുതലുള്ള ഇവിടെ മെഡിക്കൽ ക്യാമ്പ് കിടന്നുകൊണ്ടിരിക്കുക. എന്നെ കുറിച്ച് ഇവിടെ എന്തെങ്കിലും ആരോപണങ്ങൾ, ഇതിപ്പോ കാശ് കൊടുത്തോണ്ട് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ വിളിച്ചാണ്. ഓക്കെ. ആരോപണങ്ങളോ എന്തെങ്കിലും ഒരു പ്രശ്നമോ ഏതെങ്കിലും, അതായത് നമ്മുടെ മെമ്പേഴ്സിന്റെ അടുത്ത് എല്ലാവരും ചോദിക്കണം കേട്ടോ, കമ്മിറ്റി മെമ്പേഴ്സ് അല്ല, അല്ലാത്തവര്. നമസ്കാരം. നിങ്ങളെ ഒരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ വന്നത് അമ്മ അസോസിയേഷന്റെ ഒരു നല്ല കാര്യത്തിന് വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്ന ഒരാളാണ് ടിനി. ഇത്ര നാളുകൊണ്ടും അമ്മ വന്ന അന്ന് മുതൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് വേണ്ടി, അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ന്യൂസ് കണ്ടത് തന്നെ. അങ്ങനെ ഒരു ന്യൂസിന്റെ അടിസ്ഥാനം ഞങ്ങൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അമ്മ എന്ന് പറഞ്ഞ അസോസിയേഷനിൽ തീർക്കാവുന്ന അമ്മയെ തീർക്കണം. ഇതുപോലെ മാധ്യമങ്ങളുടെ ഇടയിലും പോയി പറയാനാണ് ഞങ്ങൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. ഞങ്ങൾ അതൊന്നും പറയാൻ തീരുമാനിച്ച ആൾക്കാരല്ല. ടിനിയെ കുറിച്ച്, ടിനി എൻ്റെ ഒരു സഹപ്രവർത്തകനാണ്, എൻ്റെ ഹസ്ബൻഡിൻ്റെയും കൂടെ സഹപ്രവർത്തകനാണ്. ഒരുപാട് വർഷം കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇന്ന് വരെ ഞങ്ങൾ ലേഡീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെതിരെ ഒരു അംശം പോലും ടിനിയുടെ അടുത്ത് ഞങ്ങൾക്കൊരു വൃത്തികേടായിട്ടോ സംസാര രീതിയിലോ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാം ഉണ്ടാവും, അത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അല്ലാതെ ഇതുപോലെ ഒരാളെ വ്യക്തിഗത ചെയ്യുന്നത് തെറ്റാണ്. ഇത് ശരിയല്ല ഈ ചെയ്യുന്നത്. എന്തെങ്കിലും നമുക്ക് പറയാനുണ്ടെങ്കിൽ അൻസിബ അല്ല, ആരായാലും അമ്മ എന്ന് പറയുന്ന അസോസിയേഷന്റെ തലമുത്ത കുറച്ച് നല്ല ആൾക്കാരുണ്ട്, ബഹുമാനിക്കേണ്ട ആൾക്കാരുണ്ട്. ലാലേട്ടൻ, മമ്മൂക്ക, ഇങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അവരെ പ്രതിയെങ്കിലും ഇതുപോലെ അമ്മയെ ഇതുപോലെ വൃത്തികേടായി സംസാരിച്ച് ഇതുപോലത്തെ മോശം വാർത്ത ശ്രദ്ധപ്പെടുത്തിയെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ചാനലിലേക്ക് കൊണ്ടുപോയിട്ട് കാണിക്കാൻ ഞങ്ങളൊക്കെ ചാനലിൽ ഇപ്പോൾ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായി. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ എല്ലാവരും എന്നോട് സംസാരിച്ചിട്ടുണ്ട് ഹാർഡ് ഡിസ്കിന്റെ കാര്യം. ഞങ്ങൾ ആരെങ്കിലും പിന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? അമ്മയെ ബഹുമാനിക്കുന്നതുകൊണ്ടാണ്. ആ സംഘടനയെ ബഹുമാനിക്കുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ തീർക്കണം. എന്തെങ്കിലും സംസാരിക്കണം, ഇവിടെ പറയണം. തിരിക്കെതിരെ പരാതി ഉണ്ടെങ്കിൽ ഇവിടെയുണ്ട് ആൾക്കാർ, ഇവിടെ സംസാരിക്കണം. ശ്വേതാൻ മേനോൻ എന്ന് പറഞ്ഞ ഒരാളെ നോക്കൂത്തിയായിട്ട് ഇരുത്തിയേക്കണമല്ല, ഒരു പ്രസിഡന്റാണ്. ശ്വേതയോട് സംസാരിക്കണം, സംസാരിച്ചതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സംസാരിച്ചതിന് ശേഷമാണോ നിങ്ങൾ ഒരു നടപടി? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ വേറെ ആൾക്കാരില്ലേ? ശ്വേതാ മേനോൻ അങ്ങനെ പറയട്ടെ, ഞങ്ങളൊക്കെ അറിയട്ടെ, ഞങ്ങളൊക്കെ വിളിച്ചു വരുത്തട്ടെ, ഞങ്ങളൊക്കെ അംഗങ്ങളല്ലേ?
ഇതൊക്കെ നിങ്ങൾ ഇപ്പൊ പറയുന്ന വാർത്തയിലാണ് ഞങ്ങൾ ഇതൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അറിയേണ്ടത് നിങ്ങൾ പറയുമ്പോൾ ശരി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ മാത്രം പറയേണ്ട അർത്ഥം എന്തുണ്ട്? എന്നാ പിന്നെ ഇവരുടെ പേരെന്താ പറയാത്തത്? ഞാൻ ഇതൊക്കെ പറഞ്ഞു എന്ത് വാർത്തയിൽ പറയാത്തത്? ഞങ്ങൾ കണ്ടില്ലല്ലോ ഒരു വാർത്തയിലും പറയണത്. ഇവിടെ കൊടുത്തിരുന്നു ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ കണ്ട വാർത്തയിലൊന്നും കണ്ടിട്ടില്ല. ടിനിയെ മാത്രമേ ഞാൻ പറയണ കേട്ടിട്ടുള്ളൂ. വേറെ ഇവിടെ അമ്മയിൽ കൊടുത്തിരുന്നൊന്നും ഇതുപോലെ പ്രശ്നം ഉണ്ടായതൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. അപ്പൊ വ്യക്തിപരമായിട്ട് ഒരാളെ അങ്ങനെ കീറി മുറിക്കാൻ ഞങ്ങൾ ആരും സമ്മതിക്കില്ല. ഞങ്ങളൊക്കെ അംഗങ്ങൾ ടിനിയുടെ കൂടെ തന്നെ ഞങ്ങൾ ശക്തിയായിട്ട് നിൽക്കും. കാരണം ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ അങ്ങനെ ശിക്ഷിക്കാൻ പാടില്ല. എനിക്കറിയില്ല, നിങ്ങൾക്ക് ഇപ്പൊ ഇത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മൊത്തത്തിൽ കൂട്ടിക്കഴിച്ച് അറിയാൻ പറ്റും. അമ്മയുടെ പരിപാടികളിൽ ഞാൻ സജീവമാണ്, പ്രവർത്തിക്കുന്നവനാണ്. ഇനി ഉയർന്ന് കയറി പോകുമോ? ഞാൻ വീട്ടിൽ നിന്ന്, അതായത് ഞാൻ പുറത്ത് സ്റ്റേജ് ഷോയും സിനിമയും ഈ കോമഡി പരിപാടിയൊക്കെ ചെയ്ത് നേരത്തെ മാധ്യമങ്ങളോടെല്ലാം റിപ്പോർട്ടർ ടിവിയിൽ തത്സമയം വന്ന് നമ്മളോട് അടക്കം പറഞ്ഞൊരു കാര്യം, ആരോപണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ജിഹാദിയാക്കി ചിത്രീകരിക്കാൻ ശ്രമിച്ചു, ടിനി ടോമിന്റെ ഡ്രൈവറെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു, മോശം സ്വഭാവമാണുള്ളത് തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ കഴിയാത്ത സാഹചര്യമുണ്ടാക്കി. പോലീസ് സ്റ്റേഷനിൽ വ്യാജ പരാതി കൊടുത്തു. പോലീസ് സ്റ്റേഷനിൽ കടുത്ത സമ്മർദ്ദം അനുഭവിക്കേണ്ടി വന്നു. തെറ്റായ കാര്യം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിർബന്ധപൂർവ്വം എഴുതി വാങ്ങി തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത്. രാംഷാ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. രാംഷാ, ടിനി ടോം ഇത് മുഴുവൻ നിഷേധിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അമ്മയിൽ ടിനി ടോമും ഒപ്പം നീനാക്കുറുപ്പും തമ്മിൽ വലിയ പ്രശ്നമുണ്ടായി. അന്ന് നീനാക്കുറുപ്പിനെ തല്ലാൻ പോകുന്ന സാഹചര്യമുണ്ടായി. ആരൊക്കെയോ ചേർന്ന് പിടിച്ചു മാറ്റുകയായിരുന്നു എന്ന അടക്കമാണ് അൻസിബ നമ്മളോടക്കം പറയുകയും ചെയ്തത്. ഇപ്പോൾ ടിനി അത് നിഷേധിക്കുകയാണ്. തീർച്ചയായും അത് അക്കാര്യമെല്ലാം എന്ന് മാത്രമല്ല, ഇവിടെ ഹൻസിബ ഹസൻ ഉന്നയിച്ച എല്ലാ വിഷയങ്ങളും ടിനി ടോം നിഷേധിക്കുകയാണ്. നീനാക്കുറുപ്പുമായി ഉണ്ടായിരുന്ന വിഷയങ്ങൾ അതൊരു സ്റ്റേജ് ഷോയുടെ ഭാഗമായി മാത്രം ഉണ്ടായതാണ്. സ്റ്റേജ് ഷോയുടെ ആ ഒരു സ്പിരിറ്റിൽ ചില സംഭവങ്ങൾ നടന്നിട്ടുണ്ടാകാം എന്നതിനപ്പുറത്തേക്ക് ഒരാളുമായും താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന വിശദീകരണമാണ് ടിനി ടോം അല്പസമയം മുമ്പ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. അതോടൊപ്പം തന്നെ ടിനി ടോം പറയുന്ന ഗുരുതരമായ ഒരു ആരോപണം ഇതിനു പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നത് പരിശോധിക്കും എന്നതാണ്. അതായത് അൻസിബ ഹസൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നതിന്, ഒരു ആരോപണം ഉന്നയിക്കുന്നതിന് പിന്നിൽ എന്തോ ഗൂഢാലോചനയുണ്ട് എന്ന തരത്തിലാണ് ടിനി ടോം ഇപ്പോൾ പ്രതികരിച്ചത്. താൻ ഒരിക്കലും ഇത്തരത്തിൽ മോശമായി ഒരാളോടും സംസാരിക്കുന്ന ഒരാളല്ല എന്ന് മാത്രമല്ല, തൻ്റെ സുഹൃത്തുക്കളെല്ലാം മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകളാണ്. തന്നെ സിനിമയിൽ കൊണ്ടുവന്നതും തന്നെ വളർത്തിയതും മമ്മൂക്കി ഉൾപ്പെടെയുള്ള ആളുകളാണ്. അവരെല്ലാം മുസ്ലിം മതവിശ്വാസികളാണ്. അങ്ങനെ ഇരിക്കെ തനിക്ക് എങ്ങനെ ഒരു മുസ്ലിം മത വിരോധിയാകാൻ കഴിയും? ആ തരത്തിൽ താൻ ജിഹാദിയാണ് എന്ന് അൻസിബയെ വിളിച്ചു എന്ന് പറയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശരിയല്ല എന്നതാണ് ടിനി ടോം പറയുന്നത്. അതോടൊപ്പം തന്നെ ടിനി ടോം പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ആരോപണങ്ങളെല്ലാം അൻസിബ ഹസൻ ഉന്നയിക്കുന്നത് മറ്റൊരാൾ പറഞ്ഞു കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മറ്റൊരാൾ പറഞ്ഞു കേൾക്കുന്ന കാര്യം സത്യമാണോ എന്ന് ഉറപ്പുവരുത്താതെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത് ശരിയല്ല. ഇനി അഥവാ ഇത്തരത്തിൽ ചില കാര്യങ്ങൾ തന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകാൻ കഴിയുന്നതായിരുന്നു. പക്ഷെ അത്തരത്തിലുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തന്നെ അപമാനിക്കുന്ന നിലയിൽ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ, ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് ടിനി ടോം പറയുന്നത്. അൻസിബയ്ക്ക് അത്തരത്തിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് പരാതിയായി നൽകണമെന്നും ടിനി ടോം വ്യക്തമാക്കുന്നുണ്ട്. ആ നിലയിൽ അമ്മയ്ക്ക് മുമ്പിലേക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപുള്ള സംഭവമാണെങ്കിലും നമ്മളോട് സംസാരിക്കുമ്പോഴടക്കം അൻസിബ ഹസൻ കുറച്ച് വൈകാരികമായി പോകുന്നുണ്ടായിരുന്നു. പരാതി രേഖാമൂലം നൽകിക്കഴിഞ്ഞു എന്നാണ് അൻസിബ പറയുന്നത്. അങ്ങനെ ഒരു പരാതി കിട്ടിയതായി സ്ഥിരീകരിക്കുന്നുണ്ടോ? അത്തരമൊരു പരാതി കിട്ടിയതായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടിയാണ് ടിനി ടോം. അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല. നമ്മൾ ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ സമയത്ത് ടിനി ടോം പറഞ്ഞത് അങ്ങനെ പരാതി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അമ്മയുടെ കമ്മിറ്റി പരിശോധിക്കും എന്ന് മാത്രമാണ്. പക്ഷേ അങ്ങനെ ഒരു പരാതി കിട്ടി എന്ന് ഉറപ്പിച്ച് പറയാൻ ടിനി ടോം തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ പ്രിയങ്ക ഉൾപ്പെടെയുള്ള ആളുകൾ ടിനി ടോമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആ വാർത്താ മാധ്യമങ്ങൾക്ക് മുന്നിലല്ല പോയി പറയേണ്ടത്. അമ്മയിലുള്ള പ്രശ്നമാണെങ്കിൽ അമ്മയിൽ പറയണം. അങ്ങനെ പറയാനാണെങ്കിൽ ഞങ്ങൾക്കൊക്കെ പലതുമുണ്ട് എന്ന് പറയുന്നത് അവിടെ പ്രശ്നമില്ലെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? പറയാനുള്ളതൊക്കെ പുറത്ത് പറയുന്നവരും ഉണ്ടാകുമല്ലോ. തീർച്ചയായും അത്തരം ഒരു പരാമർശം നടത്തുന്നത് ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്ന് കാണിക്കാനും അതോടൊപ്പം തന്നെ ടിനി ടോം അത്തരത്തിൽ ഒരു തരത്തിലുമുള്ള ഒരു പ്രസ്താവന നടത്തുന്ന ഒരാളല്ല എന്ന് വിശദീകരിക്കാനും വേണ്ടി തന്നെയാകണം. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ പറയണം. അങ്ങനെ പറയാനാണെങ്കിൽ ഞങ്ങൾക്കും പലതുമുണ്ട് എന്ന് പറഞ്ഞാൽ ആ സംഘടനയിൽ പുറത്ത് പറയാനോ പരാതിപ്പെടാനോ ആയ കാര്യങ്ങളുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം.
തീർച്ചയായും അതിന് അത്തരമൊരു വശം കൂടി ഉണ്ട് എന്നത് ഏറെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ പുറത്തു പറയാൻ ഉള്ള അല്ലെങ്കിൽ പുറത്തു പറയാത്ത ചില കാര്യങ്ങൾ തങ്ങൾക്കും പറയാനുണ്ട് എന്നത് ഒരുപക്ഷെ അൻസിബ ഹസനെ ഉൾപ്പെടെ ഒരു പ്രകോപിപ്പിക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രസ്താവനയായിരിക്കാം. ആ നിലയിൽ അങ്ങനെ തങ്ങൾക്കും എന്തൊക്കെയോ പറയാനുണ്ട്, ഇവിടെ ചില കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട് എന്ന നിലയിൽ തന്നെ. അതോടൊപ്പം തന്നെ ഇവർ ശ്വേതാ മേനോനെ കൂടി ഉന്നം വെച്ചുകൊണ്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് എന്നതാണ് ഏറെ പ്രധാനപ്പെട്ടത്. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അൻസിബ ഹസന്റെ പരാതി ലഭിക്കുകയോ അൻസിബ ഹസൻ ഈ കാര്യങ്ങളെല്ലാം നേരത്തെ ഈ സെക്രട്ടറിയെയും പ്രസിഡന്റിനെയും ഉൾപ്പെടെ അറിയിക്കുകയോ ചെയ്തിട്ടും നടപടി ഉണ്ടാകാത്തതാണ് എങ്കിൽ തങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്ന മാധ്യമങ്ങളോട് ഇത്തരത്തിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയും എന്ന നിലയിലാണ് പ്രിയങ്ക ഉൾപ്പെടെ മാധ്യമങ്ങളോട് നേരത്തെ പറഞ്ഞത്. അതായത് സെക്രട്ടറിക്കും പ്രസിഡന്റും ഉൾപ്പെടെ ശ്വേതാ മേനോനും കുക്കു പരമേശ്വരനും ഉൾപ്പെടെ ഉള്ള ആളുകൾക്കെതിരെ കൂടി ഇതിൽ ചില വിഭാഗങ്ങൾ കടക്കുന്നുണ്ട് എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഗുരുതരമായ ഗുരുതരമായ ആരോപണങ്ങളാണ് അൻസിബ മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. അത് ടിനി ടോം നിഷേധിക്കുകയാണ്. ടിനി ടോമിനെ പിന്തുണച്ചുകൊണ്ട് ചില താരങ്ങൾ കൂടി എത്തുകയും ചെയ്യുന്നുണ്ട്.